എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ചെറിയ ഉടക്കിലൊക്കെയാണ്. വർഷയുടെയും ശ്രീകാന്തിന്റെയും ഒക്കെ വിവാഹം നടത്തി കൊടുക്കാൻ രേവതി കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി രേവതിയെ അകറ്റി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ രേവതി ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് അവളുടെ സ്വന്തം വീട്ടിലാണ്. അങ്ങനെ സച്ചിക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, മൊത്തത്തില് പുള്ളിക്കാരന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പം ആള് ചിന്തിച്ചു വെക്കുന്നത് എന്തായാലും താനൊരു കല്യാണം കഴിച്ചു, അതോടുകൂടി തൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി എന്നുള്ളൊരു മട്ടാണ് സച്ചിക്കുള്ളത്. അങ്ങനെ ഇവൻ ഈ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ആകെ മൊത്തം വെള്ളം അടിച്ച് ഫീലായിട്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയെയും സുധിയെയും ശ്രുതിയെയും ഒക്കെയാണ്. അപ്പം ഇവരിന്ന് ഡിന്നറൊക്കെ കഴിക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, രവിയേട്ടാ സമയം എന്തായി, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ വിശക്കുന്നൊക്കെ ഉണ്ട്, സച്ചി കൂടി വരട്ടെ, സച്ചി വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാന്ന് പറഞ്ഞു. അല്ല, സച്ചിന് രേവതിയെ കൂട്ടിക്കൊണ്ട് വരാനെങ്ങാനും അവളുടെ വീട്ടിലേക്കെങ്ങാനും പോയി കാണൂ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ രവിക്കുള്ളത്. ചന്ദ്ര പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യ, അവൻ അവിടെ നിൽക്കട്ടെ, അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ, അത് തന്നെ ആയിരിക്കും നല്ലത്. ഒന്നോർത്ത ഇവരൊക്കെ ഈ വീട്ടിലില്ലെങ്കിൽ എന്ത് മനസമാധാനം ഉള്ളത്. അല്ലെങ്കിൽ തന്നെ എൻ്റെ മകൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണക്കാരി അവളാണ് എല്ലാത്തിനും കൂട്ടുനിന്ന് അവളെ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ചന്ദ്രമതി എടുത്തു. അപ്പം ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇങ്ങനെ ഈ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സച്ചിയാണെങ്കിൽ കൂട്ടുകാരെയും കൂട്ടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് നിവർന്നൊന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. നല്ലതുപോലെ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ആ വെളിയിൽ വന്ന് നിന്നു. അതിനുശേഷം കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ദേ, നീ വീട്ടിൽ പോയിട്ട്, ഇത് രേവതിയുടെ വീടാണ്, അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളോട് ചോദിക്ക്, സച്ചി ഇവിടെ വന്നോന്നോ സച്ചി വിളിച്ചോന്നോ ഒക്കെ ചോദിക്ക്, അവൾ ഈ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ മഴക്കിട്ട് പുള്ളിക്കാരി ഇറങ്ങിപ്പോയത് ഈ വീട്ടിലേക്ക് വന്ന് കയറിയോ എന്നുള്ള കാര്യം സച്ചിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതറിയാൻ വേണ്ടിയിട്ടാണ് ആശാൻ ഈ കൂട്ടുകാരനെ ഇങ്ങനെ ചട്ടം കെട്ടി നിർത്തുന്നത്. അങ്ങനെ സച്ചി പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാരൻ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ രേവതിയും അമ്മയും ഒക്കെ കൂടി മാലയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുക. അന്നാരാണ് ആരോ വന്നിങ്ങനെ കഥകിൽ തട്ടുന്നത്. അല്ല, ആരാണോ ഇപ്പൊ ഈ സമയത്ത്? ഇനി സച്ചിയേട്ടനെങ്ങാനും ആയിരിക്കും ചേച്ചിയെന്നും പറഞ്ഞ് നമ്മുടെ ദേവു ഇങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് തന്നെ, ഓ സച്ചിയേട്ടൻ വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ പോയി വാതിൽ തുറന്നു. വാതിൽ തുറക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനാണ് വന്നിരിക്കുന്നത്. മോളെ, സച്ചിയുടെ കൂട്ടുകാരനാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ, കൂട്ടുകാരനോ? പുള്ളിക്കാരനെന്ത് ഈ രാത്രി സമയത്ത് എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ആള് നല്ല രീതിയിൽ ആടുന്നുണ്ട്. എന്തായാലും ഇയാള് നല്ലതുപോലെ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് രേവതിക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ അവള് ചോദിച്ചു, എന്താ ചേട്ടാ ഈ സമയത്ത്? അതെ, സച്ചി ഇങ്ങോട്ട് വന്നായിരുന്നോ? അവൻ ഫോണിൽ വിളിച്ചിട്ട് കൊച്ചു ഫോൺ എടുത്തായിരുന്നോ എന്ന് ചോദിക്കുക. അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ, ഫോണിൽ വിളിച്ചായിരുന്നോ? സച്ചിയേട്ടൻ ഇതേ അകത്തുണ്ടല്ലോ. പുള്ളിക്കാരൻ അകത്ത് കിടന്ന് നല്ല ഉറക്കമാണ്. എന്താണ്, അകത്ത് കിടന്ന് ഉറങ്ങുവാണെന്നോ? എന്തൊക്കെയാ കൊച്ചെ നീ പറയുന്നത്? അതെ ചേട്ടാ, അകത്ത് കിടന്ന് നല്ല ഉറക്കമാണ്. പിന്നെ ചേട്ടൻ വന്നാൽ വിളിക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെയാണ് എൻ്റെ ചേട്ടൻ വെള്ളം അടിക്കുന്നതെന്നും എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ രേവതി വേറൊരു രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഈശ്വര, ഇത് എന്തൊക്കെയാ ഈ പെങ്കൊച്ച് പറയുന്നത്? സച്ചിയല്ലേ വണ്ടിയുടെ അകത്തിരിക്കുന്നത്? പിന്നെ ഇവൾ ആര് വന്ന കാര്യം ഈ പറയുന്നത്? എന്നാ ശരി പെങ്ങള് കിടന്നോന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആകുക. അതിനുശേഷം നമ്മുടെ സച്ചിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചി ദേ, നിന്റെ ഭാര്യ പറഞ്ഞു നീ ആ വീടിനകത്തുണ്ടെന്ന്. അവൾ അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറവും പറയും, അഹങ്കാരം പിടിച്ചവളാണ് എന്നും പറഞ്ഞിട്ട് സച്ചി തിരികെ വീട്ടിലേക്ക് പോരുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വരാത്തത് കൊണ്ട് തന്നെ രവി ആണെങ്കിൽ ഭയങ്കര ടെൻഷനില്ല. ഒന്നാമത് ഭാര്യയുമായിട്ട് വഴക്കുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ ഫോൺ എടുത്തു. അങ്ങനെ വിളിക്കുമ്പം, അച്ഛാ പറയ് മോനെ, നീ എവിടെയോ ഉള്ളത്? ഇത്രയും സമയമായല്ലോ, നീ എന്താ വീട്ടിലേക്ക് വരാത്തേന്ന് ചോദിക്കുമ്പം, അച്ഛാ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. വീട്ടിലോ? ഞാനിവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഞാൻ ഇവിടുന്ന് കയറി വരുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ രവി അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അയ്യോടാ, 4 കാലേ വരുന്ന സച്ചിയാണ്. അപ്പം തന്നെ അച്ഛൻ വേഗം തന്നെ അടുത്ത് പോയിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് ചെന്നു. സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്താ സച്ചി ഇത്?
മര്യാദക്ക് വീട്ടിലേക്ക് വരാൻ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ഓ ദേ വരുന്നുണ്ട്, 4 കാലയിലാണല്ലോ ഇന്ന് വന്ന് ചോദിച്ചു. ചന്ദ്രമതിയുടെ വക വർത്തമാനം കേൾക്കുമ്പോഴത്തേക്കിനും സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നു. എടാ ഇത്രയും സമയം നീ എവിടെയായിരുന്നടാ എന്ന് ചോദിക്കുമ്പം ഞാൻ എവിടെ പോയാൽ എന്താ, ഞാൻ വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത്, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് സച്ചി തിരിച്ച് നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി പറഞ്ഞു, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരുത്തി അങ്ങനെ പോയിട്ടുണ്ടല്ലോ, നിന്റെ ഭാര്യ, അവളെ എങ്ങാനും വിളിച്ചോണ്ട് വരാനെങ്ങാനും ആണ് നീ പോകുന്നതെങ്കിൽ ദേ ഈ ചന്ദ്രമതിയുടെ തനിക്കോണം നീ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്ര വളരെയധികം ദേഷ്യത്തില് രേവതിയെ കുറ്റപ്പെടുത്തിയും സച്ചി രേവതിയോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിലും ഒക്കെ സംസാരിച്ചു. ഈ സമയമാണെങ്കിലോ നമ്മുടെ സുധിയൊക്കെ ഇത് കേട്ടിട്ട് പറഞ്ഞു, അത് ശരി തന്നെയാണ്, ഈ വീട്ടിൽ നിന്ന് ശ്രീകാന്ത് ഇറങ്ങിപ്പോയതും അതുപോലെ വർഷയുടെയും ശ്രീകാന്തിന്റെയും വിവാഹം നടത്തി കൊടുത്തതും ഒക്കെ ഈ രേവതി കൂട്ടു നിന്നിട്ടാണല്ലോ. ഈ കുടുംബത്തിൽ നിന്നിട്ട് എങ്ങനെ അവർക്ക് ഈ കുടുംബത്തെ ചതിക്കാൻ പറ്റിയത്? അങ്ങനെ ചന്ദ്രയുടെ ഈ ഒരു സംസാരം കേട്ടപ്പോഴത്തേക്കിനും സച്ചിക്കാണെങ്കിൽ കലി പൂണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി നമ്മുടെ സുധി അങ്ങ് പിടിച്ചിട്ടു. സുധിയോട് പറഞ്ഞു, എടാ നീ ചെയ്തതും ചതി തന്നെയല്ലേ, അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയും കൊണ്ടല്ലേടാ നീ പോയത്, അതും നീ ഒരു പെങ്കൊച്ചിന് കൊടുത്തിട്ട് എത്ര നല്ല രീതിയിലാണ് നീ ഇവിടെ കിടന്ന് അഭിനയിച്ചത്. എന്നിട്ട് ഇതാ ഇപ്പൊ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനാണെങ്കിലോ സമാധാനപരമായി ജീവിച്ചിരുന്ന ഞാനിപ്പം എത്രമാത്രം കഷ്ടതയിലാണ് ജീവിക്കുന്നത്. നീ ഈ വീട്ടിലേക്ക് വല്ല ചെലവിന് തന്നിട്ടാണോ ഇരുന്ന് ഞണ്ണുന്നതെന്ന് സച്ചി ഇങ്ങനെ സുധിയോട് ചോദിച്ചു. ഈ ഡയലോഗ് കേട്ടതും നമ്മുടെ സച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് സുധി ഇങ്ങ് ചാടി വന്നു. സുധി പറഞ്ഞു, ദേ മര്യാദക്ക് സംസാരിച്ചോണം, ഞാനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നീ എപ്പോൾ ജോലിക്ക് പോയിട്ട് എന്ത് തന്നിട്ടാടാ നാണയില്ലാത്തവൻ, വെറുതെ ഇരുന്ന് വെട്ടി വിഴുങ്ങുകയാണെന്ന് ഒരിക്കൽ കൂടെ പറയുമ്പോൾ നമ്മളെ സുധിക്ക് ദേഷ്യം വന്നിട്ട് സച്ചിയായിട്ട് തല്ലുകൂടുകയാണ്. അപ്പൊ ഈ മക്കള് തമ്മി തല്ലുന്ന ആ ഒരു കാര്യം കാണുമ്പോഴത്തേക്കിനും നമ്മുടെ രവിയുടെ ഹൃദയത്തിന് ചെറിയൊരു പണി കിട്ടി. ആ പുള്ളിക്കാരൻ നെഞ്ചുവേദന കൊണ്ട് പൊളയാണ്. അപ്പൊ ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ശ്രുതിയും ഒക്കെ കൂടി ഈ രവിയെ താങ്ങി പിടിച്ചു. അച്ഛാ എന്താ അച്ഛാ പറ്റിയത്? വെളിവില്ലെങ്കിലും സച്ചി ഓടി ചെന്നു. അങ്ങനെ അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതാ ആശുപത്രിയിൽ എത്തിയിട്ട് അതിൻ്റെ ആ ഒരു ബാക്കി വിശേഷങ്ങൾ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. കാത്തിരുന്ന് കാണുക.